നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല, പെട്ടെന്നുള്ള ഒരു ആലോചനയിൽ പെട്ടെന്ന് റെഡിയാക്കി എടുത്താൽ. എന്തായാലും ഗാർഡൻ വീഡിയോസൊക്കെ ഇടുന്ന ആളല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പൂക്കളുണ്ടായിട്ട് ഒരു അത്തപ്പൂക്കളം ഇടാൻ തോന്നിയില്ല എന്ന് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലെങ്കിലും വിചാരിക്കും, പുറമേ പറഞ്ഞില്ലേലും. എന്നാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ പൂക്കൾ വെച്ചിട്ടങ്ങ് അത്തപ്പൂക്കളം ഇട്ടാലോ. മുറ്റത്ത് ഒത്തിരി മാത്രമൊന്നും ആയിട്ടില്ല, ഈ പ്രാവശ്യത്തെ മഴയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഏറ്റത് കൊണ്ട് തന്നെ പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എന്നാലും നമ്മുടെ പറമ്പിലും അവിടുന്ന് ഇവിടുന്നും എല്ലാം കിട്ടിയ പൂക്കൾ വെച്ചിട്ട് നമ്മളൊരു അത്തപ്പൂക്കളം അങ്ങ് ഇടാൻ ചെയ്യുക കേട്ടോ. എന്തായാലും വലിയ പ്ലാനിങ്ങിലൊന്നും ചെയ്തതല്ല, അതുകൊണ്ട് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കും അറിയത്തില്ല. അത് ഞാനങ്ങ് തുടങ്ങിയതാണ്, എൻ്റേതായ ഒരു ഐഡിയയിൽ പെട്ടെന്ന് വന്ന ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്തു. കഴിഞ്ഞ വർഷം അത്തപ്പൂക്കളം ഇടാൻ നേരത്ത് പിള്ളേർ വീട്ടിലുണ്ടായത് കൊണ്ട് അവരൊക്കെ അവരുടേതായ ആശയങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നേ. ഈ പ്രാവശ്യം ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിന്ന് എനിക്കും തോന്നുന്നൊന്നുമില്ല. എന്നാലും കുറച്ച് പൂക്കളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് മുറ്റത്തുനിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ കിട്ടിയത് എടുത്ത് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എന്തായാലും ഇതിൻ്റെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളതങ്ങ് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ദിവസം നമുക്ക് വീഡിയോ ഇടുമ്പോൾ പുതിയ രീതിയിൽ നമുക്ക് പുതിയതായിട്ട് ചെയ്യാമെന്നേ. അപ്പോൾ ഞാൻ ആദ്യമായി ചേമ്പല പോലത്തെ ഇലയുണ്ടല്ലോ അത് വെച്ചിട്ട് അതങ്ങ് ഒരു പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഓർക്കിഡിൻ്റെ ഇല ഇത് പൂക്കൾ വെച്ച് കൊടുത്തത്. അതെങ്ങനെയുണ്ടോ, ഇഷ്ടപ്പെട്ടോ? എന്തായാലും വേണ്ടില്ലെന്നേ, നമുക്ക് നമ്മുടേതായ ഐഡിയകൾ ഇങ്ങനെയൊക്കെയല്ലേ ഇറക്കാൻ പറ്റുള്ളൂ.